ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ പാറു ഓഫീസിൽ പോകാൻ മടിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മാഡം വന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ മടിച്ചിരിക്കുന്നത്, നോക്ക്, നീ ഇങ്ങനെ മടിച്ചിരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരെന്താ വിചാരിക്കുക, നിങ്ങൾ തെറ്റ് ചെയ്തെന്നല്ലേ വിചാരിക്കുള്ളൂ. അതുകൊണ്ട് പഴയ പോലെ തന്നെ നീ നല്ല ഒരു കുട്ടിയായിട്ട് കമ്പനിയിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ, മാഡം എനിക്കതിനെ സാധിക്കുമെന്ന് തോന്നുന്നില്ല മാഡം എന്നൊക്കെ പറയുമ്പോൾ, നിന്നെ കൊണ്ട് സാധിക്കും, നിന്നെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. പിന്നെ പ്രിയനെയും വിളിച്ചു പറയണം, ഇന്ന് അവന് ചിലപ്പോൾ കമ്പനി വരാതിരുന്നാലോ, എന്തായാലും നിൻ്റെ ബുദ്ധിമോശം അവൻ കാണിക്കില്ല, അവൻ കമ്പനി വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നിങ്ങളൊന്ന് കമ്പനിയിൽ പോകണം, അതിനുശേഷം അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമ്പനിയിൽ നിങ്ങൾ ഉണ്ടെങ്കിലേ പറ്റൂ എന്ന് പറയാണ്. മാഡം എന്നെക്കൊണ്ട് പറ്റില്ല മോളെ, നീ പോയേ പറ്റൂ, ഞാനല്ലേ പറഞ്ഞത് എല്ലാത്തിനും കൂടെ ഞാനുണ്ട് എന്നൊക്കെ പറയാണ്. അങ്ങനെ മടിച്ച് പാർവതി കമ്പനി പോകാൻ വേണ്ടി റെഡിയായി ഇരിക്കുക കേട്ടോ. പ്രിയനും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, വേണ്ടടാ നീ ഇന്ന് ആ നശിച്ച കമ്പനിയിലേക്ക് പോവണ്ട എന്നൊക്കെ പറയുമ്പോൾ, അമ്മക്ക് അങ്ങനെയൊക്കെ പറയാം, ഞാൻ എന്തായാലും ആ കമ്പനി പോകണം, ഇനി പോകും, എനിക്ക് എന്തായാലും പോയേ പറ്റൂ എന്ന് പറയാണ്. അവിടെ അവളുണ്ടാകും പാർവതി, നിങ്ങൾ രണ്ടുപേരും കുറിച്ച് വീണ്ടും അപവാദങ്ങളൊക്കെ പറയും. എന്തിനാ അത് കേൾക്കാൻ വേണ്ടി പോണത് അമ്മേ, ഇവിടെ ഇരുന്നാലും അപവാദത്തിന് കുറവൊന്നും ഉണ്ടാവില്ലല്ലോ, എന്തായാലും എനിക്ക് അവിടെ പോകണം, പാർവതിനെ കാണണം, പാറുവിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയൻ അവിടുന്ന് അമ്മേനെ ധിക്കരിച്ചിട്ട് ഇറങ്ങി പോവാട്ടോ. അതേസമയം നമ്മുടെ ഓഫീസിലാണെന്നുണ്ടെങ്കിൽ അരവിന്ദ് മുക്തയൊക്കെ പറയുന്നുണ്ട് കൈലാസിനോട്, നോക്ക്, ഈ സ്ഥാപനത്തിന് നാണക്കേട് ഉണ്ടാക്കി വെച്ച പാർവതീനെയും അതുപോലെ തന്നെ പ്രിയനെയും ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിർത്താൻ പാടില്ല, രണ്ടിനെയും കൈയോടെ പറഞ്ഞയക്കണം. രണ്ടും ഒരു നാണുലാണ്ട് ഇന്ന് കമ്പനി വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്, രണ്ടുപേരെയും പറഞ്ഞയക്കണം എന്ന് പറയാണ്. അത് ഞാൻ എന്താ ചെയ്തോളാം എന്ന് നമ്മുടെ കൈലാസ് പറയുന്നുണ്ട്. ശേഷം പാർവതിയും അതുപോലെ തന്നെ പ്രിയനും കമ്പനി വരുമ്പോൾ തന്നെ എല്ലാവരും ഒരു മാതിരിയൊക്കെയാണ് നോക്കുക കേട്ടോ. വരുന്നുണ്ട് രണ്ടും വരുന്നുണ്ട്, അങ്ങനെയൊക്കെ പരസ്പരം ഇങ്ങനെ പറയണൊക്കെ ഉണ്ട് കേട്ടോ. മടിച്ച് പാർവതി കമ്പനിയിൽ കയറിയിട്ട് പുറത്തിനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അവിടെയൊക്കെ പ്രിയം വരുന്നുണ്ട്. പ്രിയൻ്റെ മുഖത്ത് പോലും പാർവതിക്ക് നോക്കാൻ സാധിക്കുന്നുണ്ട്, ഒരു നാണക്കേടോ ഒരു ചമ്മലോ എന്തൊക്കെയോ പോലെ പാർവതി നോക്കുന്നില്ല. ആ സമയത്ത് പ്രിയം പറയുന്നുണ്ട്, പാറു നീ എന്തിനാ എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കാതിരിക്കുന്നത്, അതിനെ നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ പാറു, നമ്മൾ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം നമ്മളിങ്ങനെ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാണ്. എങ്കിലും പ്രിയൻ ചേട്ടാ നീ പേടിക്കണ്ട, നീ എൻ്റെ കൂടെ വാ, ഇതിന് പിന്നിൽ ആരാന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കും പാറു, നീ നോക്കിക്കോ, ഉറപ്പായിട്ടും ഞാൻ കണ്ടുപിടിക്കും, ഇതിനു മുമ്പിൽ കളിച്ചത് ആരാന്ന് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്, ഇനി ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ അവർ മറുപടി പറയും എന്ന് പറയാണ്. പ്രിയഞ്ചേട്ടന് ആരെയും സംശയം, അത് പറയേണ്ട ആവശ്യമുണ്ടോ, നമ്മുടെ കരുനാഗൻ സാറിനെയും അതുപോലെ തന്നെ മുക്ത മാഡം, അരവിന്ദ് സർ, ഇവരെ 3 പേരെയാ എനിക്ക് സംശയം എന്ന് പറയണം. ചിലപ്പോൾ അവരൊന്നും അല്ലെങ്കിലോ, ഇതൊക്കെ സാധാരണ നടക്കുന്ന പോലെ നടന്നതാണെങ്കിലോ, എൻ്റെ പാറു നീ മാത്രമേ ഇങ്ങനെയൊക്കെ വിചാരിക്കുള്ളൂ, ഇത് ട്രാപ്പ് തന്നെയാണ്, നമ്മളെ മനഃപൂർവ്വം ട്രാപ്പിലാക്കിയതാണ് എന്ന് പറയാണ്. എന്തിനു വേണ്ടി അതൊന്നും എനിക്കറിയില്ല, എന്തായാലും നീ വാ, നമുക്ക് കമ്പനിയിൽ വർക്കിന് കയറാമെന്ന് പറഞ്ഞിട്ട് അവർ വർക്കിന് കയറുമ്പോൾ സ്റ്റാഫ് വന്ന് പറയുന്നുണ്ട്, നിങ്ങളെ കൈലാസ് സാർ വിളിക്കുന്നുണ്ട്, റൂമിലേക്ക് വരാൻ പറഞ്ഞെന്ന് പറയാണ്. അങ്ങനെ കൈലാസിൻ്റെ ക്യാബിനിലേക്ക് പാർവതിയും പ്രിയനും കൂടി പോകാൻ രണ്ടുപേരും തല കുമ്പിട്ട് നിൽക്കാട്ടോ. അപ്പോൾ കരുനാഗൻ പറയുന്നുണ്ട്, അതെ കൈലാസ് സാറേ, എന്തിനാ ഇവരെ വെച്ചോണ്ടിരിക്കണേ, രണ്ടിനെയും പറഞ്ഞയക്ക്, കൊടുക്കേണ്ട ശമ്പളമൊക്കെ കൊടുത്തിട്ട് രണ്ടിനെയും പറഞ്ഞയക്കാൻ നോക്ക്, രണ്ടും കൂടി നാണമില്ലാതെ വന്നിരിക്കുക, രണ്ടിനെ എന്തായാലും ലാഭമായല്ലോ, ഗോഡൗണിൽ ആരും ഉണ്ടാവില്ല, രാത്രി പരിപാടി, സമ്മതിച്ചു, ഇതാണെങ്കിൽ വല്ല ഹോസ്റ്റലിൽ വല്ലത് റൂം എടുക്കുകയാണെങ്കിൽ എത്ര പൈസയായാനേ, നിങ്ങൾക്ക് എന്തായാലും പൈസ നോക്കേണ്ട കാര്യം എന്താണ്, വല്ല ഹോട്ടലിൽ പോയി റൂം എടുത്ത് നിങ്ങൾക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്തുകൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കൈലാസ് കരുനാഗം സർ മിണ്ടാതിരിക്കുക എന്ന് പറയാണ്. അങ്ങനെ അയാൾ മിണ്ടാതിരിക്കുന്നുണ്ട് കേട്ടോ. മുക്ത പറയുന്നുണ്ട്, ഇനി എന്തിനാ ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവരെ പറഞ്ഞയക്ക്, നാണമില്ലാതെ രണ്ടും കൂടി കയറി വന്നിരിക്കുന്നു, ഞാൻ വിചാരിച്ച ഇന്നലത്തെ ആ ഒരു സംഭവത്തോടെ രണ്ടും ഇനി കയറി വരില്ലായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്, രണ്ടും കൂടി കയറി വന്നിരിക്കുന്നു, ഒരു നാണമില്ലാണ്ട്, നിങ്ങൾക്കൊരു നാണമില്ലേ, ഒരു ഉളുപ്പില്ലേ, വീണ്ടും കയറി വന്നിരിക്കുന്നു, നാണക്കേട്, ഈ വാർത്ത എങ്ങാനും പുറത്തു പോയാൽ എന്തായിരിക്കും കമ്പനിയുടെ അവസ്ഥ, കമ്പനിയുടെ സൽപ്പേര് തന്നെ പോവും, പാവം കൈലാസ് സാർ എത്ര കഷ്ടപ്പെട്ടാണ് ഈ കമ്പനി ഈ രീതിയിലാക്കിയെടുത്തതെന്ന് നിങ്ങൾക്കറിയാവോ, കമ്പനിയുടെ സൽപ്പേര് കളയാൻ വേണ്ടി വന്നേക്കുന്നു അവർ എന്നൊക്കെ പറയാട്ടോ. ഇതൊക്കെ കേട്ട് പാറും അതുപോലെ തന്നെ പ്രിയനും തല കുമ്പിട്ട് നിൽക്കുകയാണ്. കൈലാസം ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ പ്രിയൻ പറയുന്നുണ്ട്, സർ ഞങ്ങളെ വിശ്വസിക്കണം, അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ പറഞ്ഞില്ലേ അത് തന്നെയാണ് സർ സംഭവിച്ചത്, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല സർ, ഞങ്ങളെ ട്രാപ്പിലാക്കുമായിരുന്നോ ആര് എന്ന് മുക്ത ചോദിക്കുമ്പോഴേക്കും പ്രിയ ദേഷ്യത്തിൽ മുക്തേനെ അരവിന്ദിനെയൊക്കെയാണ് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരവിന്ദ് പറയുന്നുണ്ട്, കൈലാസേ ഇവരെ അങ്ങോട്ട് പറഞ്ഞയച്ചേക്കടാ, തെറ്റ് ചെയ്തവർ എന്തിനും ഇവിടെ വെച്ചുകൊണ്ടിരിക്കണത് എന്ന് പറയുമ്പോൾ കൈലാസ് പറയുന്നുണ്ട്, പ്രിയനും പാർവതിയും ഇപ്പോൾ അകത്ത് പോയി പണിയെടുക്കുക എന്ന് പറയാണ്. നീ എന്താ ഇങ്ങനെ പറഞ്ഞത്, ഇവരെ പറഞ്ഞയക്കുന്നില്ലേ എന്ന് മുക്ത ചോദിക്കുമ്പോൾ, അത് ഞാൻ തീരുമാനിച്ചോളാം, പറഞ്ഞയക്കും എന്നൊക്കെ പറയാണ്. പ്രിയനും പാർവതിയും അത് കേൾക്കുമ്പോൾ ഷോക്കോട് കൂടി തന്നെ കൈലാസിനെ നോക്കാം കേട്ടോ. അതിനുശേഷം അവർ അകത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി പോകും.
പോകുമ്പോൾ സ്റ്റാഫുകൾ പരസ്പരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, രണ്ടുപേരും കൂടി ഭയങ്കര ക്ഷീണമെന്ന് തോന്നുന്നു, മുഖം കണ്ടില്ലേ, ക്ഷീണിച്ചിരിക്കുക രണ്ടിൻ്റെ മുഖം എന്നൊക്കെ മട്ടിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാർവതി പെട്ടെന്ന് തന്നെ പൊട്ടിക്കരയാട്ടോ. അവിടേക്ക് പ്രിയം വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് വിശേഷം അറിയേണ്ടത്, ആരുടെ വിശേഷം അറിയേണ്ടത്, എൻ്റെ മുഖത്തേക്ക് ചോദിക്കുക, ഞാൻ മറുപടി പറയാം എന്ന് സ്റ്റാഫ്സിനോട് പറയുമ്പോഴേക്കും മുക്ത അവിടേക്ക് വരുന്നുണ്ട്. പ്രിയനെന്തിനെ ഇവരോട് ചൂടാവണത്, അവർക്ക് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കുകയല്ലേ. മാഡം, ഇതിൻ്റെ പിന്നിൽ കളിച്ചതാരാന്ന് എനിക്കറിയാം. മാഡത്തിനും അരവിന്ദ് സാറിനും കരുനാഗത്തിനൊക്കെ എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നോട് തീർക്കായിരുന്നു, ഒരിക്കലും പാർവതിനെ ഇതിലേക്ക് വലിച്ചഴക്കേണ്ടായിരുന്നു എന്ന് പറയാണ്. പ്രിയം പറഞ്ഞത് കേട്ടതൊന്നും ഞങ്ങളെല്ലാവരും കൂടി നിങ്ങൾ രണ്ടുപേരും ഗോഡൗണിൽ അടച്ച് പൂട്ടിയിട്ട് താക്കോലായിട്ട് പോയെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞ കേൾക്കുമ്പോൾ വിചാരം ഞങ്ങളാണോ നിങ്ങളുടെ ഗോഡൗണിൽ പോകാൻ പറഞ്ഞത്? അല്ലല്ലോ. നിങ്ങൾ വാതിൽ ലോക്ക് ചെയ്ത് ഞങ്ങളാണോ? പാർവതി അവിടെ വരാൻ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞിട്ടാണോ? പിന്നെ എന്തിനാ ഞങ്ങളുടെ തലയിലേക്ക് ഇടുന്നത് എന്ന് മുക്ത പറയുമ്പോൾ, ശരി മാഡം സമ്മതിക്കില്ല, ആരും സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്ത് തെറ്റ് ചെയ്താലും സത്യം തെളിയിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു തെളിവ് ബാക്കിയുണ്ടാവുമല്ലോ. ഞാൻ തെളിയിച്ചോളാം മാഡം. എന്തായാലും എൻ്റെ നിരപരാധിത്വത്തെക്കാളും കൂടുതൽ എനിക്ക് പാർവതിയുടെ നിരപരാധിത്വം തെളിയിച്ചേ പറ്റൂ. പാവം പാറു, അവളുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചെന്നറിയാവോ? നിങ്ങളും ഒരു സ്ത്രീയല്ലേ, എന്തിനാണ് ഇങ്ങനെ ഒരു സ്ത്രീയെ ഇങ്ങനെ അപമാനിക്കുന്നത്? അവൾ അപമാനം ഏറ്റുവാങ്ങാൻ തയ്യാറാണല്ലോ, അവൾ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ. എന്തായാലും അവളുടെ സ്ഥിതിയൊന്നും എനിക്ക് സംഭവിക്കാൻ പോണില്ല. ഞാൻ ഇങ്ങനത്തെ പീറ പരിപാടിക്കൊന്നും പോവില്ലേ എന്ന് വേണ്ട മുക്ത അവിടെ നിന്ന് പോവാണ്. അരവിന്ദിനെ നോക്കി ചിരിക്കുന്നുണ്ട്. ശേഷം പാറുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. നീയാൾ കൊള്ളാലോടി, പാവത്തെ പോലെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു നീ ഒരു പഞ്ചപാവമാണെന്ന്. നിന്നെ സമ്മതിക്കണം കേട്ടോ, ജാൻസി റാണിനെ പോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ സ്വഭാവോ, നിനക്ക് ഇത്രയും ഡിമാൻഡ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പോഴേക്കും പ്രിയൻ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കാട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ അരവിന്ദനെ ആകെപ്പാടെ പേടിയായിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുകയാണ്. ശേഷം കരുനാഗൻ സാറ് വരുന്നുണ്ട്. ചേ നിങ്ങളെ കാണുമ്പോൾ എനിക്കത് ഓർമ്മ വരുക. എന്തൊരവസ്ഥയാണ്. ഈ കൈലാസ് സാറിന് ഇത്ര താമസിക്കുന്നത് ഇവരെ പറഞ്ഞയക്കാനായിട്ട്. ഒരു ലെറ്റർ കൊടുത്തിട്ട് രണ്ടിനെ പറഞ്ഞയക്കണ കാര്യത്തിന് ഇത്രയും നേരം പിടിച്ചു വെച്ചിരിക്കുന്നു ഇവിടെ. ഈ കൈലാസ് സാറിൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. ശേഷം കൈലാസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പ്രിയനും പാർവതിയും എൻ്റെ ക്യാബിനിലേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. മുത്തയും അരവിന്ദൊക്കെ ഓടിക്കയറി ക്യാബിനിൽ കയറാൻ വേണ്ടി നോക്കുമ്പോഴേക്കും കൈലാസ് പറയുന്നുണ്ട്, എനിക്ക് പ്രിയനോടും പാർവതിയോടും തനിച്ചാണ് സംസാരിക്കേണ്ടത്, വേറെ ആരും അകത്ത് കയറണ്ട എന്ന് പറയണം. ശേഷം രണ്ടുപേർത്ത് മാത്രം തനിച്ച് സംസാരിക്കാൻ പോകുന്ന പ്രിയനെ കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരാൻ പോണത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒന്നില്ലെങ്കിൽ കൈലാസ് അത് വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ രണ്ടിനെ ചവിട്ടി പുറത്താക്കും. അതല്ല ലെറ്റർ കൊടുക്കാമെന്നൊക്കെ കൈലാസ് പറയുന്നുണ്ട്. ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ അത് പ്രിയനും പാർവതിക്കുള്ള ലെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കരുനാഗനുള്ള ലെറ്റർ ആയിരിക്കും. കാരണം ഇത്ര ഒരു പീറ പരിപാടി ചെയ്തത് അയാളാണല്ലോ ആസൂത്രണം ചെയ്തത്. അതുകൊണ്ട് അയാൾക്കിട്ടൊരു പണിയാവാനും ചാൻസ് ഉണ്ട്. എന്തായാലും പ്രൊമോ കാണിച്ച് വെച്ച് നോക്കുമ്പോഴേക്കും കൈലാസ് രണ്ടുപേരെ, അതായത് പാർവതിനെ പ്രിയനെ ചവിട്ടി പുറത്താക്കുന്ന രീതിയിലൊക്കെയാണ് പ്രൊമോയിൽ പറഞ്ഞിരിക്കുന്നത്. അത് എത്രമാത്രം ശരിയാണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വരുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. എന്തായാലും ഇന്നത്തെ പ്രൊമോ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ.